നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് 63 ലക്ഷം വീടുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് സർക്കാർ 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നഴ്സുമാരുടെ സമരം തുടരുന്നതിനിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ വൻ തിരക്ക്. പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശവും നഴ്സസ് അസോസിയേഷൻ തള്ളി. മണ്ണെണ്ണയുടെ അളവ് കുറച്ചതോടെ മത്സ്യബന്ധന മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക്. തീരദേശ ജനതയുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് അഖില കേരള ധീവര സഭ. പ്രതിഷേധത്തെ മറികടന്ന് കുളിക്കുന്നിലിറക്കിയ വിദേശ മദ്യം ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ തിരിച്ചു കൊണ്ടുപോയി. മദ്യം തിരിച്ചു കൊണ്ടുപോയത് നാട്ടുകാരുടെ സമരം ശക്തമായതോടെ. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ചെമ്മനാട് ചളിയങ്കോട് ഇന്നോവ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തെ പിടികൂടാൻ പോലീസ് പരിശോധന കർശനമാക്കി. പിടികൂടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ഇത്തവണ ഓണസദ്യക്ക് നമ്മുടെ സ്വന്തം പച്ചക്കറി. വിഷരഹിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് 63 ലക്ഷം വീടുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ കാസർഗോഡ് പറഞ്ഞു. ഏറ്റവും മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പനത്തടി പഞ്ചായത്തിലെ മുക്കുറ്റിച്ചാൽ വാട്ടർഷെഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജപുരം പനത്തടിയിൽ മുക്കുറ്റിച്ചാൽ വാട്ടർഷെഡ് പദ്ധതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. നമ്മുടെ നാടിനെ വിഷലിപ്തമല്ലാത്ത പച്ചക്കറി കൊണ്ട് സമൃദ്ധമാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ഓണത്തോടു കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓണത്തിനൊരു പുറം പച്ചക്കറി. നമുക്ക് വേണ്ട പച്ചക്കറി നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ വിഷമില്ലാതെ വിളയിച്ചെടുക്കുന്ന പച്ചക്കറി നമുക്കും നമ്മുടെ മക്കൾക്കും വീട്ടുകാർക്കും വേണ്ടി നമ്മൾ ഉത്പാദിപ്പിക്കുക. 63 ലക്ഷം കുടുംബങ്ങളിലാണ് ഈ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലെയും വീടുകളിലേക്ക് നമുക്ക് ഈ സന്ദേശവുമായി എത്തിച്ചേർന്നാൽ, നമ്മുടെ വീട്ടമ്മമാരെ ഉയർന്നു പ്രവർത്തിച്ചാൽ നമുക്ക് ഇത് വൻ വിജയമാക്കാൻ കഴിയും. ഏറ്റവും നന്നായി ഈ പദ്ധതി നടപ്പാക്കുന്ന വീട്ടമ്മയ്ക്ക് സംസ്ഥാന കൃഷി വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന 1 ലക്ഷം രൂപ സമ്മാനമാണ്. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. 1,10,00,000 രൂപ ചെലവിട്ടാണ് മണ്ണ് സംരക്ഷണ വകുപ്പ് മുഖാന്തരം ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പ് ഡയറക്ടർ ജസ്റ്റിൻ മോഹൻ IFS, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GC ബഷീർ, ജില്ലാ കളക്ടർ ശ്രീ ജീവൻ ബാബു IAS തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. നഴ്സുമാരുടെ സമരം തുടരുന്നതിനിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ വൻ തിരക്ക്. ഗർഭിണികളടക്കമുള്ള നിരവധി പേരാണ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാതെ ഇവിടെ എത്തുന്നത്. പകർച്ചപ്പനി പടരുന്ന പശ്ചാത്തലത്തിൽ നഴ്സുമാർ സമരം അവസാനിപ്പിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിക്കാൻ സാധിക്കില്ല എന്നാണ് നഴ്സസ് അസോസിയേഷന്റെ നിലപാട്. ജില്ലയിൽ പനി പടർന്നു പിടിക്കുന്നതും സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം മൂലവും കൃത്യമായ ചികിത്സ ലഭിക്കാതെ വലയുകയാണ് രോഗികൾ. ജനറൽ ആശുപത്രിയിൽ എല്ലാ രോഗികളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആശുപത്രി ജീവനക്കാർ. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരത്തോടെ രോഗികളുടെ എണ്ണം ഇരട്ടിയായി. പ്രസവ വാർഡിലാകട്ടെ ആവശ്യത്തിന് ബെഡുകളില്ലാതെ ഗർഭിണികളെ നിലത്ത് കിടത്തേണ്ട അവസ്ഥയാണ്. അതേസമയം നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കാൻ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും സമരം ശക്തമാക്കാൻ നഴ്സുമാരുടെ തീരുമാനം. തിങ്കളാഴ്ച മുതൽ സ്വകാര്യ ആശുപത്രി അടച്ചിടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തെ സ്വാഗതം ചെയ്തതായും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിയാബ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCN. നഴ്സുമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് BMSഉം യുവമോർച്ചയും രംഗത്തെത്തി. നഗരത്തിലെ കെയർവെൽ ആശുപത്രിയിൽ സമരപ്പന്തലിൽ എത്തിയ BMS പ്രവർത്തകർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ എസ്റ്റേറ്റുകൾ വാങ്ങുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു സമരമല്ല. അവരുടെ ജീവിതം സുഖമായി എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. നമുക്കറിയാം, ഇന്ന് ആശുപത്രി മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ രാവും പകലുമില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ പരിക്ക് പറ്റിയവരെയും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലിയെടുക്കുന്നു.
കാസർഗോഡ് കിംസ് ആശുപത്രി പരിസരത്ത് സമരപന്തലിലെത്തിയ യുവമോർച്ച പ്രവർത്തകർ സമരപന്തലിൽ ചായ വിതരണം ചെയ്യുകയും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന മണ്ണെണ്ണയുടെ അളവ് 10% കുറച്ചതോടെ മത്സ്യബന്ധന മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക്. മത്സ്യത്തൊഴിലാളികൾ കരിഞ്ഞതിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങിയാണ് ആവശ്യം നിറവേറ്റുന്നതെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ഹൈവേ റോക്ക് അടക്കമുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അഖില കേരള ധീവരസഭ മുന്നറിയിപ്പ് നൽകി. ഹാർബർ അപകടമുക്തമാക്കുന്നതിന് അധികാരികൾ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജൂലൈ 29 തീരദേശ ഹർത്താൽ നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. മത്സ്യബന്ധന മേഖലയിലെ രൂക്ഷമായ മണ്ണെണ്ണക്ഷാമം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും തയ്യാറായില്ലെങ്കിൽ ഹൈവേ റോക്കോ അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് അഖില കേരള ധീവരസഭയുടെ തീരുമാനം. നിലവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന മണ്ണെണ്ണ ഒരു ദിവസത്തെ മത്സ്യബന്ധനത്തിന് പോലും തികയാത്ത അവസ്ഥയാണ്. മത്സ്യഫെഡിൽ നിന്നും ലഭിക്കുന്ന മണ്ണെണ്ണയുടെ വില 25 രൂപയായി നിജപ്പെടുത്തി ബാക്കി വരുന്ന മണ്ണെണ്ണയുടെ വില സബ്സിഡിയായി നൽകണമെന്നും ധീവരസഭ ആവശ്യപ്പെടുന്നു. തീരദേശങ്ങളിലെ ഹാർബറുകളുടെ നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി 29-ന് തീരദേശ ഹർത്താൽ നടത്താനും കാസർഗോഡ് ചേർന്ന പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. കാസർഗോഡ് കസബ കടപ്പുറം ഹാർബർ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായി മാറുകയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാതെ മണൽ നീക്കം മാത്രം നടത്തുന്ന രീതി കസബ കടപ്പുറത്ത് അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കോട്ടിക്കുളം ബേക്കലം ഹാർബർ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും മത്സ്യത്തൊഴിലാളി മേഖലയിലെ മുഴുവൻ പ്രതിസന്ധികളും പരിഹരിക്കണമെന്നും ധീവരസഭാ യോഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇതു സംബന്ധിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. കാസർഗോഡ് നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് US ബാലൻ, ഗോപാല ബംഗേര, K രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഒടുവിൽ കൂളിക്കുന്ന് നിവാസികളുടെ സമരവീര്യത്തിന് മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. ജനവാസ കേന്ദ്രത്തിൽ വിദേശ മദ്യശാല തുറക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നത്. ഇതിനെ മറികടന്നാണ് അധികാരികൾ പ്രദേശത്ത് വിദേശ മദ്യശാല തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം മറ്റ് മാർഗങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അധികാരികൾ പ്രദേശത്ത് സ്റ്റോക്ക് ചെയ്ത മദ്യം തിരികെ കൊണ്ടുപോയത്. ജനവാസ കേന്ദ്രങ്ങളിൽ വിദേശ മദ്യവിൽപ്പനശാല ആരംഭിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ സമരമാണ് ഫലം കണ്ടത്. ശക്തമായ സമരത്തെ തുടർന്ന് കൂളിക്കുന്ന്, പൊയ്നാച്ചിപ്പറമ്പ പ്രദേശങ്ങളിൽ ഇറക്കിയ മദ്യമാണ് അധികൃതർ തിരിച്ചു കൊണ്ടുപോയത്. പ്രതിഷേധം നിലനിൽക്കെ ഇവിടങ്ങളിൽ മദ്യം സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസ് സഹായത്തോടെ മദ്യം തിരിച്ചു കൊണ്ടുപോയത്. കാസർഗോഡ് ബാങ്ക് റോഡിലുണ്ടായിരുന്ന മദ്യശാല കൂളിക്കുന്നിലേക്ക് മാറ്റിയതിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്ന് മദ്യവിരുദ്ധ സമിതിയുടെ സമരത്തെ തുടർന്ന് പൊയ്നാച്ചി പറമ്പയിലേക്ക് മദ്യവിൽപ്പനശാല മാറ്റുകയായിരുന്നു. എന്നാൽ വിൽപ്പന നടത്തിയ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ ഇവിടെയും പ്രതിഷേധവുമായി രംഗത്തെത്തി. തുടർന്ന് മദ്യശാല അടച്ചുപൂട്ടുകയായിരുന്നു. ഇതോടെയാണ് സ്ഥലത്ത് സൂക്ഷിച്ച മദ്യം ബിവറേജ് കോർപ്പറേഷൻ അധികൃതർ തിരിച്ചു കൊണ്ടുപോയത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു. ചെമ്മനാട് ചളിയങ്കോട് ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ ഒരാൾക്ക് പരിക്കേറ്റു. റോഡ് നിർമ്മാണം പൂർത്തിയായതോടെ വാഹനങ്ങളുടെ അമിത വേഗതയും സുരക്ഷാ ബോർഡുകളെ അവഗണിക്കുന്നതുമാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡ് നിർമ്മാണം പൂർത്തിയായതോടെയാണ് അപകടങ്ങളും പെരുകാൻ തുടങ്ങിയത്. ചളിയങ്കോട് ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഉദുമയിലെ താജ് ഹോട്ടലിന്റെ ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഉദുമയിൽ നിന്നും കാസർഗോട്ടേക്ക് വരികയായിരുന്ന കാർ ചളിയങ്കോട് ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് 15 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെ കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടക്കാലത്തായി അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ. ചന്ദ്രഗിരി പാലത്തിന്റെ കൈവരികൾ തകർത്ത മീൻവണ്ടി ഡ്രൈവർ പുഴയിൽ വീണ് മരിച്ചതും അടുത്ത കാലത്ത് തന്നെയായിരുന്നു. നിർമ്മാണം പൂർത്തിയായതോടെ വാഹനങ്ങൾ അമിതവേഗത്തിൽ പോകുന്നതാണ് ഏറെയും അപകടങ്ങൾക്ക് കാരണം. ആവശ്യമായ സുരക്ഷാ ബോർഡുകളും ഡിവൈഡറുകളും ഉണ്ടെങ്കിലും വാഹനമോടിക്കുന്നവരിൽ പലരും ഇവ അവഗണിക്കുന്നതാണ് അപകടങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് KCN. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്നവരെ പിടികൂടാൻ പോലീസ് പരിശോധന കർശനമാക്കും.
ഇത്തരക്കാരെ പിടികൂടിയാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. സ്കൂൾ കോളേജ് പരിസരങ്ങളിൽ കഞ്ചാവ്, നിരോധിത പാൻ മസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയാനാണ് പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത്. കഞ്ചാവ്, പാൻ മസാല തുടങ്ങിയ ലഹരി വസ്തുക്കൾ അതിർത്തി കടന്ന് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് തടയാനും അധികൃതർ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്കൂൾ കോളേജ് പരിസരത്തെ കടകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. വിദ്യാർത്ഥികളിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിലും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ മോട്ടോർ സൈക്കിൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കർശനമാക്കുന്നുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിലും സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനത്തിന് തടയിടാനുള്ള ശ്രമത്തിലാണ് ജില്ലാ പോലീസ്. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ വീട് കുത്തിത്തുറന്ന് 12 പവനും സ്വർണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ യുവാവ് അറസ്റ്റിലായി. കുഞ്ചത്തൂർ തൂമിനാടിയിലെ അജ്മലിനെയാണ് മഞ്ചേശ്വരം SI അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മഞ്ചേശ്വരത്ത് വീട് കുത്തിത്തുറന്ന് 12 പവൻ സ്വർണവും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് യുവാവ് അറസ്റ്റിലായത്. കുഞ്ചത്തൂർ തൂമിനാട്ടിലെ അജ്മലിനെയാണ് മഞ്ചേശ്വരം SI അനൂപ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. കുഞ്ചത്തൂർ BS നഗറിലെ ഉസ്മാന്റെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് അറസ്റ്റ്. മെയ് 17-നാണ് കവർച്ച നടന്നത്. അജ്മൽ മറ്റു കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ വികസന നയങ്ങൾ യാഥാർത്ഥ്യമാക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ സലീൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക, മതനിരപേക്ഷ സംരക്ഷിക്കുക, പെൻഷൻ പ്രതിസന്ധികൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവനക്കാർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി അംഗം ഡോക്ടർ സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മുദ്രാവാക്യങ്ങളുടെ വളരെ ചടുലമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു പര്യവസായം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ജില്ലാതലത്തിൽ നടക്കുന്ന പ്രത്യക്ഷ പ്രക്ഷോഭത്തെ നമ്മൾ വിലയിരുത്തുന്നത്. പരിപാടിയിൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ, വിനോദ് കുമാർ, PM സുബ്രഹ്മണ്യൻ, AV പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ പ്രതിഷേധം. കാഞ്ഞങ്ങാട് DYFI പ്രവർത്തകർ കടലാസ് വഞ്ചികൾ റോഡിലൊഴുക്കി പ്രതീകാത്മക സമരം തീർത്തു. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡ് നിർമ്മാണത്തിലെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് DYFIയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത സമരം നടന്നത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ വെള്ളം കെട്ടിക്കിടന്ന റോഡിൽ കടലാസ് വഞ്ചികൾ ഒഴുക്കിയാണ് DYFI പ്രവർത്തകർ പ്രതീകാത്മക സമരം നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോഡിന്റെ പണി 30% മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇനി 1.5 വർഷം മാത്രമാണ് ഇതിന്റെ കാലാവധിയുള്ളത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പണി നടത്തിയാൽ 1.5 വർഷം കൊണ്ട് ഈ പണി പൂർത്തിയാവില്ല എന്ന് മാത്രമല്ല, വളരെ ആഗ്രഹത്തോടെ കാസർഗോഡുകാർ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റോഡ്, ആ റോഡിന് എല്ലാ ശോചനീയാവസ്ഥയോടും കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ KSTP അധികൃതർ ഒരുപാട് തവണ DYFIയുടെ നേതാക്കന്മാരെല്ലാം ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം വെറുതെ ആവുകയാണ് ഇപ്പോൾ ഇന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് രതീഷ് നെല്ലിക്കാട്ട് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ഹരിത നാലപ്പാടം, ബ്ലോക്ക് സെക്രട്ടറി PK നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്ന ആവശ്യം. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിക്കുക, ബോർഡിൽ നിന്ന് നൽകാനുള്ള കുടിശ്ശിക എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതന കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്
ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എ വാസുദേവൻ അധ്യക്ഷനായി. സി രവി, കരിച്ചേരി നാരായണൻ മാസ്റ്റർ, പി കെ ഫൈസൽ, എം സി പ്രഭാകർ, ബഷീർ പൈക്കം തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് KSTA നടപ്പിലാക്കുന്ന നിറവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മടിക്കൈ പൂത്തക്കാൽ GUP സ്കൂളിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. പൂത്തക്കാൽ GUP സ്കൂളിലാണ് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. പി കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസം സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ്. അതായത് സ്കൂളുകൾ സെൽഫ് ഫൈനാൻസിംഗ് സ്ഥാപനങ്ങൾ വലിയ രീതിയിൽ ഫീസ് വാങ്ങിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ ബോധവും ആ വിദ്യാലയങ്ങളിലെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ കഴിയത്തില്ല നമുക്കറിയാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും വലിയ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നു. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മാത്രമല്ല, അതിലുപരിയായിട്ട് നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പായാലും ഒറ്റത്തങ്ങിയായാലും അതുപോലെ തന്നെ മറ്റു പ്രവർത്തനമായും ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം നിങ്ങൾ സബ് ജില്ലാ കലോത്സവം നടത്തുന്നു, ജില്ലാ കലോത്സവം നടത്തുന്നു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷനായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നത്തെക്കുറിച്ച് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ രാഘവൻ വിശദീകരിച്ചു. ചടങ്ങിൽ സ്കൂളിന് നൽകിയ LCD പ്രൊജക്ടർ മാനേജർ ബാലകൃഷ്ണൻ ഹെഡ്മാസ്റ്റർ വി ഗോപിക്ക് കൈമാറി. വിദ്യാലയ വികസന പദ്ധതി രേഖ M രമേശൻ മാസ്റ്റർ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കേളുപണിക്കർ, കാഞ്ഞങ്ങാട് DEO പ്രകാശ് കുമാർ, PP വേണുഗോപാലൻ, M അബ്ദുറഹ്മാൻ, P സുശീല, V മധുസൂദനൻ, സതീഷ് മുണ്ടോട്ട്, ഗിരിജ വെള്ളിച്ചേരി, K നാരായണൻ, N ബാലകൃഷ്ണൻ, K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. A പവിത്രൻ സ്വാഗതവും K ഹരിദാസ് നന്ദിയും പറഞ്ഞു. നെല്ലിയടുക്കം AUP സ്കൂളിൽ ഉദ്യാനം നിർമ്മിച്ചു നൽകി. നീട്ടെടുക്കം കുഞ്ഞാറമ്മ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉദ്യാന സമർപ്പണം കഴിഞ്ഞ ദിവസം നടന്നത്. നിട്ടെടുക്കം കുഞ്ഞമ്മാറമ്മ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നെല്ലിയടുക്കം AUP സ്കൂൾ കാട്ടിപ്പൊയിൽ ഗ്രൗണ്ടിൽ നിർമ്മിച്ച ഉദ്യാനം സ്കൂളിന് സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ അധ്യാപകൻ ജോസ് P ലൂയിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്കല്ല് അടിത്തറയായുള്ള വിദ്യാലയത്തിന്റെ മുൻവശത്തിന്റെ പഴയ കാലം ഞാൻ ഓർക്കുകയാണ്. അന്ന് ഇതുപോലെ വിശാലമായ പരിസരമൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിലെ ചുറ്റുപാടുകളിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ ഈ ചരൽമണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയ വിദ്യാലയത്തിൽ അന്ന് ഞാൻ പിരിയുന്ന വർഷമാണെന്ന് തോന്നുന്നു, ഇവിടെയുള്ള പാറപ്പുറത്ത് ഒരു ഇന്ത്യയുടെ ഭൂപടം പുൽത്തകടിയിൽ ഞങ്ങൾ കുട്ടികളെയൊക്കെ ചേർന്ന് നിർമ്മിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് അന്നത്തെ പല കുട്ടികളുടെയും മനസ്സിൽ തങ്ങി നിന്നിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് കാഞ്ഞങ്ങാട് വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും എൻ്റെ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ അവർ തന്നെ അത് പറയുകയും. N ജഗദീശൻ അധ്യക്ഷനായി. P ലക്ഷ്മി ടീച്ചർ, N ഗോപിനാഥൻ, P നാരായണൻ, T ശ്രീധരൻ മാസ്റ്റർ, K വിദ്യാധരൻ, മനോജ് കുമാർ, ശാരിക ഉമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണക്കാലം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് 63 ലക്ഷം വീടുകളിൽ വിഷരഹിത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന വീട്ടമ്മയ്ക്ക് സർക്കാർ 1 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നഴ്സുമാരുടെ സമരം തുടരുന്നതിനിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ വൻ തിരക്ക്. പകർച്ചപ്പനി പടരുന്ന സാഹചര്യത്തിൽ സമരം അവസാനിപ്പിക്കണമെന്ന ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശവും നഴ്സസ് അസോസിയേഷൻ തള്ളി. മണ്ണെണ്ണയുടെ അളവ് കുറച്ചതോടെ മത്സ്യബന്ധന മേഖല രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക്. തീരദേശ ജനതയുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് അഖില കേരള ധീവര സഭ. പ്രതിഷേധത്തെ മറികടന്ന് കുളിക്കുന്നിലിറക്കിയ വിദേശ മദ്യം ബീവറേജസ് കോർപ്പറേഷൻ അധികൃതർ തിരിച്ചു കൊണ്ടുപോയി. മദ്യം തിരിച്ചു കൊണ്ടുപോയത് നാട്ടുകാരുടെ സമരം ശക്തമായതോടെ. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSTP റോഡിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. ചെമ്മനാട് ചളിയങ്കോട് ഇന്നോവ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തെ പിടികൂടാൻ പോലീസ് പരിശോധന കർശനമാക്കി. പിടികൂടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ മുന്നറിയിപ്പ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.